ഹായ് ഗായ്സ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ കാത്തിരുന്ന നിമിഷം വരെയാണ് അനിയും നന്ദു ഒന്നാവാൻ പോവാണ് കേട്ടോ. അതും കുറച്ച് സംഘർഷഭരിതമായ നിമിഷങ്ങളിൽ കൂടി തന്നെയാണ് പോകുന്നത്. അനന്തപുരിയിൽ ആരുടെയും അതുപോലെ തന്നെ നന്ദാവനത്തിലെ ആരുടെയും ഇഷ്ടത്തോടെയൊന്നും അല്ല കേട്ടോ അനിയും നന്ദും വിവാഹിതരാകുന്നത്. മുത്തശ്ശന് പോലും ആ വിവാഹത്തിനോട് താല്പര്യമില്ല. പക്ഷേ ഇതിനൊക്കെ മുൻകൈ എടുത്ത് അവരെ ഒന്നിപ്പിക്കുന്നത് നവ്യാണ്. അങ്ങനെ അനിയും നന്ദുവും വിവാഹം കഴിച്ച് അനന്തപുരിയിലേക്ക് എത്തുമ്പം സത്യം പറഞ്ഞാൽ എല്ലാവരും ജലജയും ജാനകിയും, പ്രത്യേകിച്ച് ജാനകിയും അവന്തികയും ഒക്കെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാം നോക്കി നിൽക്കെ നവ്യ ഇവരെ അനന്തപുരിയിലേക്ക് കൊണ്ടുവരികയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അടിപൊളി സംഘർഷം അവിടെ ഉണ്ടാകാൻ പോകുന്നത്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാഗേന്ദ്രനെ തിരിച്ചറിയാണ് കേട്ടോ ആദർശ്. നമ്മുടെ മാളവികയെ കൊല്ലാൻ വേണ്ടിയിട്ട് നാഗേന്ദ്രൻ ചെല്ലുന്ന സമയത്ത് തന്നെ ആദർശ് അവിടെ എത്തി നാഗേന്ദ്രനെ പൂട്ടുവാണ്. നല്ല അടി കൊടുക്കുന്നുണ്ട് നാഗേന്ദ്രനോട്. എന്നിട്ട് പറയുന്നുണ്ട്, അനന്തപുരി തറവാടിനെ നശിപ്പിക്കാനാണോ നീ ഇപ്പോൾ അവതരിച്ചതെന്ന് ചോദിക്കുകയാണ്. നേരത്തെ നീ തറവാട്ടിലും ജുവലറിയിലും കാണിച്ച കള്ളത്തരത്തിൻ്റെ പേരിലല്ലേ മുത്തശ്ശൻ നിന്നെ അവിടെ നിന്ന് പുറത്താക്കിയത്? അതുപോലെ നിങ്ങളുടെ ഭാര്യ ജലജ നിങ്ങളുടെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെയുള്ള നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നെ ഇത്രയും കാലം പക വെച്ചുകൊണ്ടിരുന്നിട്ട് മുത്തശ്ശനെയും ഞങ്ങളുടെ കുടുംബത്തെയും തോൽപ്പിക്കാമെന്നാണോ വിചാരിച്ചത്? ഈ ആദർശും അനന്തമൂർത്തിയും ഒന്നും തന്നെ കണ്ടതില്ലെന്നാണോ വിചാരിച്ചത്? ഇപ്പം തനിക്ക് എങ്ങനെയാണോ മോനുണ്ടായത്? താൻ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ നിങ്ങളുടെ മക്കളെ? അനന്തപുരിയിലാണ് അവന്തികയും അഭിയും വളർന്നത്. അവന്തിക കുഴപ്പമില്ലാതെ വളരുകയും വിദേശത്ത് പോയി പഠിക്കുകയും ഒക്കെ ചെയ്തു. അതേസമയത്തെ ഈ അഭി ഏത് വിധത്തിലും തൻ്റെ ഭാര്യ ജലജയുടെയും ഒക്കെ വിത്ത് ഗുണം കാണിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴും അവൻ അത് തന്നെയല്ലേ കാണിച്ചത്. അവൻ ആ കുടുംബത്തിൽ നിന്നുകൊണ്ട് ജ്വല്ലറി വർക്ക് ചെയ്യുകയും താനാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നും സ്വന്തം അച്ഛൻ്റെ ജ്വല്ലറിയാണെന്നും മനസ്സിലാക്കി ജീവിക്കുന്ന കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയല്ലേ. അപ്പോൾ ഇത്രയും നാളും ഇവനെ നോക്കി വളർത്തിയ അനന്തപുരിക്കാരൊക്കെ ആരായി? താൻ എവിടെയായിരുന്നു ഇത്രയും കാലം എന്നൊക്കെ ചോദിച്ച് ആദർശ് പടക്കം പൊട്ടുന്ന പോലെ കൊടുക്കുന്നുണ്ട് നാഗേന്ദ്രയ്ക്ക്. അപ്പം നാഗേന്ദ്ര പറയാ, ആദർശേ ഇനി എന്നെ നീ തല്ലരുതെന്ന് പറയാണ്. ഇതുകൊണ്ട് അനന്തപുരിക്കാർ മൂർത്തീസ് ജ്വല്ലറി അങ്ങ് ജയിച്ചെന്നുള്ള വിചാരം ഉണ്ടെങ്കിലേ അതങ്ങ് കൈ വെച്ചാൽ മതി. കാരണം ഞാൻ കരുതിക്കൂട്ടി തന്നെയാണ് ആദർശ വന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടുന്ന് കൈയും വീശി ഇറങ്ങിപ്പോയ ഞാനേ ഇത്രയും കോടികളുടെ സ്വത്തും ഈ സാമ്രാജ്യവും ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ കഷ്ടപ്പാടിൻ്റെ കഥകളുണ്ട്. അത് ഓരോ ഒരു ദിവസത്തെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. അനന്തമൂർത്തി എൻ്റെ മുന്നിൽ തല കുനിച്ച് നിൽക്കണം. അങ്ങേരുടെ കണ്ണുനീര് എനിക്ക് കാണണം. കൊച്ചുമക്കളൊക്കെ വിഷമിക്കുന്നത് കണ്ട് അങ്ങനെ വിഷമിക്കണം. അത് കാണാൻ വേണ്ടിയിട്ട് ആദർശ് ഞാനിവിടെ നിന്നതെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, താനത് കാണില്ലടോ. ഞങ്ങളൊക്കെ കൊച്ചുമക്കളായിട്ട് മുത്തശ്ശനുള്ളിടത്തോളം കാലം താനത് കാണില്ല. തൻ്റെ മോനെ ഒരു കൊച്ചുമോനായിട്ട് പോലും മുത്തശ്ശൻ കണ്ടിട്ടുമില്ല എന്ന് പറയാം. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ താൻ എൻ്റെ മുന്നിൽ നിന്ന് പോകാനൊന്നും നോക്കണ്ട. മുത്തശ്ശനെ താൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയായിരുന്നു. എന്തായാലും മുത്തശ്ശനെ ഈ വിവരം അറിയിക്കണം എന്ന് വിചാരിക്കാൻ ആദർശ് നല്ല പടക്കം പൊട്ടുന്ന പോലെ അടിയൊക്കെ കൊണ്ട് നമ്മുടെ നാഗേന്ദ്രൻ അങ്ങ് പോവാണ്. കാരണം നാഗേന്ദ്രൻ പിന്നെയും നന്നായിട്ട് വെല്ലുവിളിക്കുകയാണ്. അനന്തമൂർത്തിയെയും വെല്ലുവിളിക്കുകയാണ്. എന്തായാലും ഞാൻ വന്നതിൻ്റെ ലക്ഷ്യം ഈ കുടുംബം താറുമാറുക എന്നുള്ളത് തന്നെയാണ്. അതിനായിട്ട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറയുന്നുണ്ട് ആദർശിനോട്. അങ്ങനെ അവിടെ നിന്ന് മാളവികയെ രക്ഷിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ആദർശം. അതേസമയം അഭിയും നാഗേന്ദ്രനും ഡേവിഡും കൂടെ അതിനുശേഷം സംസാരിക്കുമ്പോൾ അഭി പറയുകയാണ്, എല്ലാം പൊളിഞ്ഞു. ഞാനിപ്പോൾ ജ്വല്ലറിയിലും നിങ്ങൾ ജ്വല്ലറിയുടെ MDയും ഒക്കെയാണ് ജ്വല്ലറിക്ക് പിന്നിലുള്ള ആളാണ് എന്നും കൂടെ ആ ആദർശം അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എനിക്ക് അനന്തപുരിയിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുക. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, നീ എന്തിനാ പേടിക്കുന്നത്? അനന്തപുരിയിൽ നിന്ന് നിന്നെ ഇറക്കി വിട്ടാലും നീ ഇങ്ങോട്ട് പോരാൻ പറയാണ്. ഇവിടെ നിനക്ക് സുഖമായിട്ട് ജീവിക്കാം നിൻ്റെ അച്ഛൻ്റെ ബിസിനസ്സിൽ പങ്കാളിയായിട്ട് എന്ന് പറയാം. അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, അങ്ങനെയാകുമ്പോഴും അവന്തിക അവൾ അവിടെ നാടകം കളിക്കേണ്ടി വരികയല്ലേ അച്ഛാന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ നാഗേന്ദ്ര പറയാം, അത് പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരും. അവന്തിക മോൾ ഇപ്പം നിൽക്കുന്നത് പോലെ തന്നെ അനന്തപുരിയിൽ എല്ലാവരുടെയും വിശ്വാസമൊക്കെ വാങ്ങിച്ച് നിൽക്കട്ടെ. അവളെ കൊണ്ടാണ് ഇനി അവിടെ കളികൾ നടക്കാൻ പോകുന്നത്. അവളുടെ അനിയൻ്റെയും വിവാഹം നടക്കണം. ആ വഴി ആ മൂർത്തീസ് ജ്വല്ലറി ഇല്ലായ്മ ചെയ്യണം നമുക്ക് എന്ന് പറയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ട്, അല്ല ഞാൻ ഇറങ്ങിപ്പോന്നാൽ എന്നെ ഇറക്കി വിട്ടാൽ നവ്യയും അവളും എൻ്റെ കൂടെ അങ്ങ് പോരുകയല്ലേ എന്ന് ചോദിക്കുക. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, അതിന് നീ ഒരു ട്രിക്ക് പ്രയോഗിക്കണം. നവ്യയെ ഒരിക്കലും അവരെ ഇറക്കി വിടുമെന്ന് തോന്നുന്നില്ല. കാരണം നിൻ്റെ കുഞ്ഞ് അനന്തപത്മനാഭൻ അവളുടെ കയ്യിലല്ലേ ഉള്ളത്. അതുകൊണ്ട് അനന്തപുരി തന്നെയായിരിക്കും നവ്യയുടെ സ്ഥാനം. അതുകൊണ്ട് നീ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയാണ്.
അപ്പോൾ അഭി വീണ്ടും പറയുന്നുണ്ട്, ഇതൊക്കെ ഇനി അമ്മ അറിഞ്ഞു കഴിയുമ്പോൾ ഒരു ഞെട്ടലായിരിക്കും. ഇത്രയും നാൾ ഞാൻ അച്ഛൻ്റെ കൂടെ ആയിരുന്നെന്ന് അറിയുമ്പം അമ്മ കൂടി എന്നോട് ദേഷ്യപ്പെടുമെന്ന് പറയുമ്പോൾ നാഗേന്ദ്ര പറയാ, നീ അവളെ വിട്, അവൾ പണ്ടും ഇതേ സ്വഭാവമായിരുന്നു, അവളുടെ സ്വഭാവം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് കൂടിയാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇത്രയും നാൾ അവൾ എന്നെ ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്തില്ല. അങ്ങനെയുള്ള ജലജയെ എൻ്റെ കൂടെ കൂട്ടാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവൾ അനന്തപുരിയിൽ ഇപ്പോൾ ജീവിക്കുന്ന പോലെ തന്നെ അങ്ങ് ജീവിച്ചോളും എന്ന് നാഗേന്ദ്ര പറയാം. അപ്പോൾ അഭിയും പറയുന്നുണ്ട്, ആ ശരി, എന്തായാലും ഞാൻ ചെന്ന് നോക്കാം, അവിടെ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവും, ഇറക്കി വിടുകയാണെങ്കിൽ ഞാനിങ്ങ് പോരൂന്ന് പറയാം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് മുത്തശ്ശൻ ഈ വിവരങ്ങളെല്ലാം അറിയാനും ആദർശ് മുത്തശ്ശനെ വിളിച്ച് പറയുന്നുണ്ട്, മുത്തശ്ശ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ശരി, ഞാൻ ഈ വിവരങ്ങളൊക്കെ അറിയുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയാണ്, അല്ല, നമ്മുടെ ശത്രു ആരാന്ന് മുത്തശ്ശന് മനസ്സിലാക്കിയില്ലേ, ഇനിയും ആ നാഗേന്ദ്ര നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കും എന്നാണ് പറഞ്ഞത്, നമ്മുടെ കുടുംബം തകർക്കുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം എന്നാണ് അയാൾ പറയുന്നതെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം ആദർശേ, അതിൽ നിന്നൊക്കെ രക്ഷിക്കാനാണ് നിങ്ങളെയൊക്കെ ഏൽപ്പിച്ചത്, അവരുടെ മുമ്പിൽ പോയി അടിയറവ് പറയാനല്ലെന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരി മുത്തശ്ശ എന്ന് പറയുക. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ തുറന്നാലോ, ഇനി നയനമോളെയും കൂട്ടി നിനക്ക് ഇങ്ങോട്ട് വരാം, കമ്പനിയുടെ MD സ്ഥാനം വേണേ ഏറ്റെടുക്കാമെന്ന് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശ, എനിക്ക് വരാറായിട്ടില്ല, ഇപ്പം അനി കമ്പനിയുടെ MD സ്ഥാനത്ത് ഇരിക്കുക തന്നെയാണ്. അനി അവിടെ നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അനിയെ കമ്പനിയുടെ MD ആയതിൽ പിന്നെ കമ്പനിക്ക് നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴുള്ള തകർച്ചയിൽ നിന്ന് അവൻ രക്ഷിക്കട്ടെ കമ്പനിയെ, കാരണം അവൻ അതിനുള്ള കഴിവുണ്ട്. എല്ലാവരും കൂടി അവന് കഴിവില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വച്ചിരിക്കുക. മാത്രമല്ല, അനിയുടെയും അവന്തികയുടെയും വിവാഹം നടക്കണം, അതും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അങ്ങോട്ട് വരുള്ളൂ എന്ന് പറയാൻ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് നിന്റെ കടുത്ത തീരുമാനമല്ലേ ആദർശ് എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അല്ല മുത്തശ്ശ, അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി മുത്തശ്ശനോട് പറയാം, അവൻ നമ്മളെ ചതിക്കുകയായിരുന്നു. അവൻ്റെ അച്ഛനാണ് നാഗേന്ദ്ര എന്നുള്ള വിവരം അവനറിയായിരുന്നു. AM ജ്വല്ലറിയിൽ ജോലിക്ക് ചെന്നതിന് ശേഷം അവനത് മനസ്സിലാക്കിയതാണ്. AM ജ്വല്ലറിക്ക് പിന്നിലുള്ള ആ കിങ് കോബ്ര അവൻ്റെ അച്ഛൻ നാഗേന്ദ്രയാണെന്ന്. എന്നിട്ട് കൂടി അവൻ വീട്ടിൽ ഒരു മനുഷ്യരോട് പറയാതെ അയാളുടെ കൂടെ നിന്ന് ഈ കുടുംബത്തെ ചതിക്കുകയായിരുന്നു എന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട്, അവിയിൽ നിന്ന് അതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. അവൻ AM ജ്വല്ലറിയിലേക്ക് പോയപ്പോഴേ എനിക്ക് ചതി മണത്തതാണെന്ന് പറയാണ്. അതിനൊക്കെ ശേഷം എല്ലാവരും കൂടി ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് കേട്ടോ. നാഗേന്ദ്ര വന്നിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ജലജ അറിയാം. അപ്പോൾ ദേവയാനി ജലജയോട് പറയുന്നുണ്ട്, ജലജെ, നീയും ഇതിന് കൂട്ടു തന്നെ ആയിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ ജലജ അന്തം വിട്ട് ചോദിക്കുക, ഞാൻ എന്ത് കൂട്ടു നിന്നാ? ഇപ്പോൾ ഇവിടെ ഇവരെല്ലാം പറയുന്നത് കേട്ടപ്പോഴാണ് നാഗേന്ദ്ര വന്നിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഞാൻ അറിഞ്ഞത്. അന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇപ്പോൾ അയാൾ കാശൊക്കെ ഉണ്ടാക്കി തിരിച്ചു വന്നെങ്കിൽ അത് അയാളുടെ കഴിവ്, അല്ലാതെ ഞാൻ അയാളുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് പറയണം. അപ്പോഴേക്കും ദേവേനയൊക്കെ, അല്ല, നിന്റെ മകൻ അബി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നു, അയാൾ ഒത്ത് കളിക്കുകയും ചെയ്തു. അപ്പോൾ അല്ല, ആ വിവരമൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് അറിയാനായിരുന്നു എന്ന് പറയാം. എന്നോട് അവനൊരു കാര്യവും പറഞ്ഞിട്ടില്ല, അവൻ ഇങ്ങോട്ട് വരട്ടെ, അവൻ്റെ അച്ഛനെ കാണുകയും അയാളുടെ കൂടെ ജീവിക്കുകയും ചെയ്യാനെങ്കിൽ അങ്ങനെ തങ്ങ് പോട്ടെ, എന്നെ അങ്ങ് മറന്നോട്ടെ. ഇത്രയൊക്കെ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തിട്ടും അവൻ ഇങ്ങനെ ഒരു കാര്യം മനസ്സിൽ വെച്ച് നടന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. എൻ്റെ 2 മക്കളും ഇങ്ങനെ ആയിപ്പോയല്ലോ. അവന്തിക, അവൾ പിന്നെ അച്ഛൻ്റെ ഒപ്പം പോയില്ലെങ്കിലും അവൾ ഇവിടെയുള്ള അനന്തപുരിയിലുള്ളവരുടെ എല്ലാം കൂടെ നിന്ന് എന്നെ കൊച്ചാക്കുകയും എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യുക. എന്നോട് അവൾക്ക് വിദ്വേഷവും വൈരാഗ്യവും ഒക്കെയാണ്. അവൻ സ്നേഹം നടിച്ച് കൂടെ നിന്നിട്ട് എന്നെ ചതിക്കുകയായിരുന്നു, എല്ലാ അർത്ഥത്തിലും അവൻ എന്നെ ചതിക്കുകയായിരുന്നു. അവൻ ഇങ്ങോട്ട് വരട്ടെ എന്നും പറഞ്ഞ് ജലജ നല്ല ദേഷ്യത്തിലാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അബി കയറി വരികയാണ്. അബി കയറി വരുമ്പം ഹോളിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയും ജയനും അജയനും എല്ലാവരും ഉണ്ട്, ജലജയും ഉണ്ട്. അപ്പോഴേക്കും അബി കയറി അകത്തോട്ട് വരുമ്പോഴേ മുത്തശ്ശൻ പറയുന്നുണ്ട്, അബി അവിടെ നിന്നോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയാം. അപ്പോഴേക്കും മുത്തശ്ശൻ ചാടി എണീക്കുകയാണ്. അബിയെ കാണുമ്പോൾ നല്ല ദേഷ്യമാണ് മുത്തശ്ശനും. അപ്പോൾ മുത്തശ്ശൻ ചാടി എണീക്കുമ്പോഴേക്കും അബി ചോദിക്കുക, അല്ല, എന്ത് കാര്യമാണ് മുത്തശ്ശൻ അറിയാനുള്ളത് എന്ന് ചോദിക്കുകയാണ്. അല്ല, അറിയാനുള്ളത് എന്താണെന്ന് നിനക്കറിയാം. നിൻ്റെ അച്ഛൻ നാഗേന്ദ്ര അയാൾ കേരളത്തിൽ വന്നിട്ടുണ്ടെന്നും നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നും നിനക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് ആ വിവരം നിൻ്റെ അമ്മയെ പോലും നീ അറിയിച്ചില്ല. ഈ കുടുംബം തകർന്ന് കാണാനാണോടാ നീ ഇരിക്കുന്നത്? നമ്മുടെ ജ്വല്ലറി ഇല്ലാതെയാകാനാണോ നീ ഇരുന്നത്? AM ജ്വല്ലറിയും അച്ഛൻ കോടീശ്വരനും ഒക്കെ ആയപ്പം നീ അങ്ങ് എല്ലാം മറന്നു പോയല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുക, അതിലെന്താ തെറ്റ്? എൻ്റെ അച്ഛൻ കോടീശ്വരനാണ്. AM ജ്വല്ലറി എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം അദ്ദേഹം കെട്ടിപ്പടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കഴിവ്, അതിൻ്റെ അവകാശി ഞാനാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഇത്തിരിയൊക്കെ അഹങ്കാരമാകാം.
ഇവിടെ മൂർത്തീസ് ജ്വല്ലറിയിൽ ഒരു സ്റ്റാഫിൻ്റെ പോലും കൊടുക്കുന്ന പരിഗണന എനിക്ക് തന്നിരുന്നില്ല. അവിടെ നിന്ന് എന്നെ വെറുതെ ഇറക്കി വിടുകയാണ് ചെയ്തത്. അങ്ങനെയുള്ളിടത്ത് ഇങ്ങനൊരു അവസരം കിട്ടുമ്പം ഞാനത് മുതലാക്കണ്ടേ? ഞാൻ എന്താ വേണ്ടെന്ന് വെക്കണോ? അതെന്ത് കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് വലിയ അഹങ്കാരത്തോടെ ചോദിക്കാം. അപ്പോൾ ഉടനെ തന്നെ ജയൻ ചാടി എണീറ്റിട്ട് പറയാണ്, അബി നീ നീ മുത്തച്ഛനോട് തർക്കുത്തരം പറയാറായോ? അല്ല, എന്ത് കണ്ടിട്ടാണ് നീ ഇപ്പോൾ ഇത്ര തർക്കുത്തരം പറയുന്നത്? ഓ, ചിലപ്പോൾ നിന്റെ അച്ഛൻ്റെ പണം കണ്ടിട്ടായിരിക്കല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയാ, അതെ, ഇവിടെ നിന്ന് എന്നെ ഇറക്കി വിട്ടാലും എനിക്ക് പോകാൻ ഇന്നൊരു സ്ഥലമുണ്ട് എൻ്റെ അച്ഛൻ്റെ അടുത്ത്. അവിടെ പോയി എം ജ്വല്ലറിയുടെയും ഞങ്ങളുടെ ബിസിനസ് സാമ്രാജ്യങ്ങളുടെയൊക്കെ MD ആയിട്ട് അങ്ങ് ജീവിക്കും ഞാൻ, നല്ല സന്തോഷത്തോടെ. അല്ലാതെ ഇവിടെ വെറും കാവൽപ്പട്ടിയെ പോലെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാ. അപ്പോൾ ഉടനെ മുത്തശ്ശൻ പറയാ, എന്താടാ നീ പറഞ്ഞത്? ഇവിടെ വെറും കാവൽപ്പട്ടിയെ പോലെ ജീവിക്കാൻ നിനക്ക് പറ്റില്ലെന്നോ? ഇത്രയും കാലം നിന്റെ അച്ഛനാണോടാ നിന്നെ നോക്കിയത്? നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോഴേ ഇവളെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയതാ അയാൾ. ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ കള്ളത്തരങ്ങൾ കാണിച്ചു കൂട്ടി മുടിപ്പിച്ചപ്പം ഞാൻ തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോളാ പറഞ്ഞത്. എന്നിട്ട് ഇത്രയും നാളും നിന്റെ അച്ഛൻ എവിടെയായിരുന്നു? 2 മക്കളും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അയാൾ തിരക്കിയോ? ഇത്രയധികം സാമ്രാജ്യം വെട്ടിപ്പിടുക്കപ്പോഴും പണം ഉണ്ടാക്കിയപ്പോഴും പലരെ കണ്ണീര് കുടിപ്പിച്ചപ്പോഴും ഒക്കെ നാഗേന്ദ്ര നിന്നെയും നിന്റെ അനിയത്തിയും കുറിച്ച് ആലോചിച്ചോടാ? ജലജയെക്കുറിച്ച് ആലോചിച്ചോ? ഇല്ലല്ലോ. എന്നിട്ടിപ്പം കുറേ പണം ഉണ്ടാക്കി വന്നപ്പോഴേക്കും നീ ചെന്നിരിക്കുന്നു ഈ കുടുംബം തകർക്കാൻ വേണ്ടി അവന് കൂട്ടായിട്ട്. നീ ഒരു കാര്യം ഓർത്തോ അബി, നീ എപ്പോഴും അവൻ്റെ കൂടെ നിന്നാലും ഒരു ദിവസം നിന്നെ അവൻ ചതിക്കും. നീ സ്വന്തം മകനാണേലും അവൻ നിന്നെ അവിടെ നാട്ടി ഇറക്കി വിടും. ഒന്നുമില്ലാത്തവനായിട്ട് നിനക്ക് അവിടുന്ന് പോരേണ്ടി വരുമെന്ന് പറയാണ്. അപ്പോൾ അബി പറയാ, അതപ്പോഴല്ലേ, അപ്പോഴത്തെ കാര്യം അപ്പോൾ നോക്കാമെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെയാണേ ശരി, നീ ഇവിടെ ഇനി താമസിക്കേണ്ട. ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ട് കുലം കുത്തിയായിട്ട് ഈ വീട്ടിൽ ജീവിക്കണ്ട. നീ നിന്റെ അച്ഛൻ്റെ കൂടെ പോയിക്കോളാൻ പറയാണ്. അല്ലെങ്കിലും അത് തന്നെയാണ് എൻ്റെ തീരുമാനം. ഇവിടെ ഇനിയും കടിച്ചു തൂങ്ങാൻ എനിക്കൊരാഗ്രഹം ഇല്ല എന്ന് പറയാം. അപ്പം മുത്തശ്ശി ചോദിക്കുക, അങ്ങനെ നീ പോയി കഴിഞ്ഞാൽ നിന്റെ ഭാര്യ നവ്യയും നിന്റെ കുഞ്ഞും ഇല്ലേ ഇവിടെ ഈ വീട്ടിലെന്ന് ചോദിക്കുക. അപ്പം നവ്യ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം അബി പറയാ, അവരുണ്ടെങ്കിൽ എന്താ, അവരെ ഞാൻ കൊണ്ടുപോകണോ? നവ്യ എൻ്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ അവളും പോരട്ടെ, ഇല്ലെങ്കിൽ നവ്യയും കുഞ്ഞും ഇവിടെ നിന്നോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയാം. അപ്പം ജലജ വന്നിട്ട് ചോദിക്കുക, എടാ നീ നിന്റെ അച്ഛൻ്റെ കൂടെ ഒത്തുചേർന്നിട്ട് എന്നോടൊന്ന് പറഞ്ഞോടാ, നിന്നെ ഞാൻ വിശ്വസിക്കുകയും നിനക്ക് വേണ്ട എല്ലാം സപ്പോർട്ട് ചെയ്ത് തരികയും ചെയ്തിട്ടും നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോടൊന്നും മിണ്ടിയോടാ എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയാ, അമ്മയോട് മിണ്ടണമെന്ന് എനിക്ക് തോന്നിയില്ല. എൻ്റെ അച്ഛനെ വെറുക്കപ്പെട്ടതല്ലേ അമ്മ, അതുകൊണ്ട് അമ്മയോട് സംസാരിക്കുകയും മിണ്ടുകയൊന്നും ചെയ്യുന്ന അച്ഛന് ഇഷ്ടമില്ല എന്ന് പറയാം. അപ്പോൾ ജലജ പറയാ, അപ്പോൾ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ? അയാളുടെ കൂടെ പോകാൻ തന്നെ നീ തീരുമാനിച്ചല്ലേ എന്ന് ചോദിക്കുക. അതെ, ഞാൻ തീരുമാനിച്ചു എന്ന് പറയാം. അപ്പോൾ ജലജ പറയാ, അപ്പോൾ ഞാനിവിടെ ഒറ്റപ്പെടുമെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? നീ ഉള്ളതായിരുന്നു എൻ്റെ ഒരു ആശ്വാസം. ഇനി നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പം ഞാനിവിടെ ഒറ്റപ്പെടുകയല്ലേ? എടാ ഞാനും കൂടെ നിൻ്റെ കൂടെ വരാം എന്ന് പറയാണ്. അപ്പോൾ അബി പറയാം, അയ്യോ വേണ്ട, അമ്മ എൻ്റെ കൂടെ വരണമെന്ന് ഒരാഗ്രഹവും ഇല്ല. പ്രത്യേകിച്ചതേ എൻ്റെ അച്ഛന് അമ്മ വരുന്നത് താല്പര്യവും ഇല്ല. പിന്നെ ഇത്രയും നാളും ഇവിടെ കടിച്ചു തൂങ്ങി നിന്നതുപോലെ ഇവിടെ അങ്ങ് ജീവിച്ചാൽ മതി. ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ ഇനി കൂടെ വരാമെന്നൊന്നും പറയണ്ട, ഞാൻ കൊണ്ടുപോകുകയില്ല, അതോർത്ത് ഇരിക്കുകയും വേണ്ട എന്ന് പറയാം. അപ്പം ജലജ പറയാ, എടാ ദുഷ്ടാ, നീ ഇപ്പം ഇങ്ങനെയായോ? ഇത്രയും നാൾ നിന്നെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് പറഞ്ഞ് വളർത്തി എല്ലാ തോന്നിയസത്തിനും ഞാൻ കൂട്ടു നിന്നിട്ട് ഇപ്പം നീ പണക്കാരനായ അച്ഛനെ കണ്ടപ്പം എന്നെ തള്ളി പറഞ്ഞല്ലേ എന്ന് ചോദിക്കുകയാണ്. എടാ ദുഷ്ടാ, നീ ഇപ്പോൾ ഇങ്ങനെയായോ? ഇത്രയും നാൾ നിന്നെ കൈ വളർന്നോ കാൽ വളർന്നോ എന്ന് നോക്കി വളർത്തി ഇത്രയൊക്കെ ആക്കി നിന്റെ എല്ലാ തോന്നിയാസത്തിനും ഞാൻ കൂട്ടു നിന്നിട്ടും നിന്റെ പണക്കാരനായ അച്ഛനെ കണ്ടപ്പം നീ എന്നെ വേണ്ടെന്ന് വെച്ചല്ലേ? കൊള്ളാം. ഒരുത്തിയുണ്ട് അവന്തിക, അവളും ഇനിയിപ്പം എന്താണാവോ, അല്ലേലും അവൾ നേരത്തെ അമ്മയെ വേണ്ടെന്ന് വെച്ചതാ എന്ന് പറയാം. അപ്പോൾ അവന്തിക മുന്നോട്ട് വന്നിട്ട് ചോദിക്കുക, ഒന്നും അറിയാൻ പാടില്ലാത്ത ഭാവത്തിന് അവന്തിക അങ്ങ് അഭിനയിച്ച് തകർക്കുക. എന്നിട്ട് വന്നിട്ട് അബിയോട് ചോദിക്കുക, എന്താ ചേട്ടാ ഈ പറയുന്നത്? അച്ഛനെ കണ്ടെന്നോ? നമ്മുടെ അച്ഛൻ എവിടെയാ ഉള്ളത്? ചേട്ടന് നാണമില്ലേ? അച്ഛനെ കണ്ടപ്പം അയാളുടെ കൂടെ കൂടി ഈ കുടുംബത്തെ ചതിക്കാൻ? എം ജ്വല്ലറിയും MDയും ഒക്കെ ആണെന്ന് അറിഞ്ഞപ്പോഴേക്കും ചേട്ടൻ്റെ കണ്ണു മഞ്ഞളിച്ചായിരിക്കും അല്ലേ? ഇത്രയും നാളും നമ്മളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതിരുന്ന അച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ ആ ചേട്ടനെ പറ്റുള്ളൂ, അല്ലേലും അത് തന്നെയാണല്ലോ സ്വഭാവം എന്ന് പറയാണ്. അപ്പോൾ അബിയും അഭിനയിക്കുക, അതെ എന്നെക്കൊണ്ടേ പറ്റുള്ളൂ, എന്താ നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അവന്തിക്ക് പറയാം, ഇല്ല ഞാനെങ്ങും വരുന്നില്ല, ഞാൻ എന്തായാലും ഈ കുടുംബം വിട്ട് മുത്തച്ഛനെയും മുത്തശ്ശിയെയും എല്ലാവരെയും വിട്ടിട്ട് അച്ഛൻ്റെ കൂടെ ഇറങ്ങി വരാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. അതുപോലെ ദ്രോഹങ്ങളല്ലേ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അച്ഛൻ ചെയ്തത്. അയാളോടൊപ്പം ഞാൻ ഒരിക്കലും ഇറങ്ങി വരുമെന്ന് ഏട്ടൻ വിചാരിക്കേണ്ടെന്ന് പറയാം. ശരി, നിങ്ങളുടെയൊക്കെ തീരുമാനമാണെങ്കിൽ നിങ്ങൾ എങ്ങനെ തന്നെ ഇരുന്നോളാൻ പറയാണ്. അപ്പം നവ്യയെ വിളിക്കുന്നുണ്ട് അബി, നവ്യേ നീ എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിക്കുക. അപ്പം നവ്യ പറയുന്നുണ്ട്, ഇല്ല ഞാനും കുഞ്ഞും ഇവിടെ തന്നെ നിന്നോളാം, ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എങ്ങോട്ടും ഇറങ്ങി പോകാൻ തീരുമാനിച്ചിട്ടില്ല,
അബി, നീ ഇത്രയും നാളും എന്നോട് ഈ രഹസ്യം പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. ജ്വല്ലറിയുടെ MD നമ്മുടെ അച്ഛനാണെന്നുള്ള കാര്യം നീ പറഞ്ഞില്ലല്ലോ. എന്നിട്ട് ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വിളിച്ചാൽ ഞാൻ വരാൻ പോകുന്നില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പറയാണ്, അബി, നിനക്ക് പോകണമെങ്കിൽ നിനക്ക് പോകാം, വേറെ ആരെയും കൂട്ടാൻ നീ നിൽക്കണ്ട. അനന്തപുരിയിലെ കുഞ്ഞാണ് നിന്റെ കുഞ്ഞ് അനന്ത പത്മനാഭൻ. അവൻ ഈ വീട്ടിൽ തന്നെ വളരും, അല്ലാതെ പെട്ടെന്ന് വന്ന നാഗേന്ദ്രയുടെ അടുത്ത് പോയി വളരേണ്ടവനല്ല അവൻ. ആ കുഞ്ഞ് ഈ വീട്ടിൽ വളരും, നവ്യയും ഈ വീട്ടിൽ തന്നെ ജീവിക്കും. നിനക്കും ഇവിടെ ജീവിക്കണമെങ്കിൽ ജീവിക്കാം, ഇല്ലെങ്കിൽ നിന്റെ അച്ഛൻ്റെ കൂടെ പോകണമെങ്കിൽ അങ്ങനെയാകാമെന്ന് പറയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, ഇനി ഞാനിവിടെ ജീവിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല, അല്ലേ തന്നെ എനിക്കിവിടെ ഒരു വിലയുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ ജീവിച്ച് എല്ലാവരുടെ മുമ്പിൽ ഒരു പട്ടിയെ പോലെ ഞാൻ പോവാന്ന് പറയാം. അങ്ങനെ അബി ബാഗും സഞ്ചിയൊക്കെ എടുത്തിട്ട് അവിടുന്ന് സ്ഥലം വിടുകയാണ് കേട്ടോ. അപ്പോൾ ജലജയ്ക്ക് ആകെ വിഷമാവുക. ജലജ മനസ്സിലിങ്ങനെ ആലോചിക്കുക, ഇവൻ കൊള്ളാമല്ലോ, ഇത്രയൊക്കെ ആയപ്പോൾ ഇവൻ എന്നെ ഇട്ടിട്ട് ഇറങ്ങിപ്പോയല്ലോ, ഇത്രയൊക്കെ ഉള്ളൂ ഇവൻ്റെയൊക്കെ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. അവന്തികയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുക, ഏട്ടൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഞാനും നന്നായിട്ട് തന്നെ അഭിനയിച്ച് തകർത്തു. എന്തായാലും ഇവിടെ നിന്നാലേ ഉള്ളൂ എൻ്റെ അച്ഛനെ എനിക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ കുടുംബം തകർക്കണം, എന്നിട്ട് വേണം എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ. അനിയേട്ടനുമായിട്ടുള്ള വിവാഹം അത് നടക്കണം. അടുത്ത ദിവസം വിവാഹ നിശ്ചയമാണല്ലോ, അത് മുടങ്ങിപ്പോകാൻ പാടില്ല എന്നിങ്ങനെ വിചാരിക്കാം. അങ്ങനെ അവന്തിക പോയിട്ട് അച്ഛനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അച്ഛനെ വിളിച്ചിട്ട് പറയുകയാണ് നാഗേന്ദ്രയോട്, അച്ഛാ, ഏട്ടൻ ഇവിടുന്ന് ഇറങ്ങി പോന്നിട്ടുണ്ട്, എല്ലാവരോടും ദേഷ്യപ്പെട്ടിട്ട്. ഞാൻ അന്നേരം നന്നായിട്ട് അഭിനയിച്ച് അങ്ങ് തകർത്തിരിക്കുക. എന്തായാലും ഈ വിവാഹ നിശ്ചയാഴ്ച നടക്കും. അതിനുശേഷം അനിയേട്ടനുമായിട്ടുള്ള വിവാഹം കൂടി അങ്ങ് കഴിയണം, എന്നാലേ ഉള്ളൂ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ അങ്ങോട്ട് കളി തുടങ്ങും. മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയ അനിയേട്ടനെ ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ താക്കോൽ എൻ്റെ കയ്യിലിരിക്കും. പിന്നെ നമ്മൾ പറയുന്ന പോലെ ആയിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അച്ഛാ ഞാൻ കാത്തിരിക്കുന്നതെന്ന് പറയാം. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, ഓ ശരി മോളെ, അങ്ങനെ തന്നെ മതി. നീ ഞാനും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് ആരും അവിടെ അറിയണ്ട, നിൻ്റെ അമ്മ ജലജ പോലും. അവൾ എന്നെ വെറുത്ത് തന്നെ ഇരിക്കുക, അവളെ സ്വീകരിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറുമല്ലെന്ന് പറയാം. അപ്പോൾ അവന്തിക്ക് പറയുന്നുണ്ട്, ശരിയച്ചാ, അപ്പോൾ നമ്മുടെ പ്ലാനൊക്കെ അതുപോലെ തന്നെ നടക്കും എന്ന് പറയാം. അതെല്ലാം നമ്മുടെ നവ്യ കേൾക്കുക കേട്ടോ. നവ്യ മനസ്സിലിങ്ങനെ ആലോചിക്കുക, ഇങ്ങിത്തായിരുന്നു ഇവളുടെ മനസ്സിലിരിപ്പ്. ഇവളിപ്പോൾ ഇവിടെ എന്താ തകർത്ത് അഭിനയിച്ചത്? അവളുടെ അച്ഛനെ അവൾ അറിയാൻ പാടില്ല എന്നും അച്ഛൻ്റെ ഒപ്പം അവൾ പോവില്ല എന്നും പറഞ്ഞ് തകർത്ത് അഭിനയിച്ചു. പക്ഷേ പേരും കള്ളി, അവൾ നാഗേന്ദ്രയുടെ ഒപ്പം തന്നെയാണ്. അബി എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു അവന്തിക ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെയാണ് ഉള്ളതെന്ന്. എന്നിട്ട് മുത്തശ്ശിയുടെയൊക്കെ മുമ്പിൽ അവൾ അഭിനയിക്കുകയാണെന്ന് ഇപ്പം എൻ്റെ ചെവി കൊണ്ട് ഞാൻ അതെല്ലാം കേട്ടു. ഈ കുടുംബവും ഈ കമ്പനികളും എല്ലാം തകർക്കുക എന്നുള്ളതാണ് അവളുടെയും ലക്ഷ്യം. ആ ലക്ഷ്യം നടക്കാൻ പാടില്ല. അനിയുമായിട്ടുള്ള വിവാഹം നടക്കാൻ പാടില്ല. അനിക്ക് നന്ദുവിനെ ഇഷ്ടമെങ്കിൽ അവരെ രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കും ഞാൻ. അവരുടെ വിവാഹം നടക്കണം. അവന്തികയുടെ ചതി അവൾ അതിനനുഭവിക്കണം എന്നിങ്ങനെ വിചാരിക്കുകയാണ് നവ്യ. അങ്ങനെ അനിയും നന്ദുവും ഒക്കെ ഭയങ്കര വിഷമത്തിലാണ്. അനിയും നന്ദുവും കൂടി സംസാരിച്ചോട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഈ കാര്യത്തെക്കുറിച്ചിട്ട്. അനിയപ്പോൾ നന്ദുവിനോട് പറയുന്നുണ്ട്, നന്ദു, നമ്മുടെ ജീവിതം കൈവിട്ടു പോവാണ്, അതുകൊണ്ട് നീ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. കാരണം അവന്തികയുമായിട്ട് അടുത്ത ദിവസം എൻ്റെ വിവാഹ നിശ്ചയമാണ്, അത് നടക്കാൻ പാടില്ല. ഇനിയും അവളുടെ മുമ്പിൽ തല കുനിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, അനി ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാവരും എന്നോട് പറയുന്ന ഈ ഒരു കാര്യമാണ്, നിന്റെ വിവാഹ നിശ്ചയം മുടക്കാൻ ഞാൻ തയ്യാറാവരുതെന്ന്. ആദർശേട്ടനും നയനേച്ചിയും വരെ എന്നോട് ആ കാര്യം പറഞ്ഞു. വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും 24 മണിക്കൂറും ഇത് തന്നെ പറയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് അനി എന്ന് ചോദിക്കുക. അനി പറയുന്നുണ്ട്, എന്ത് ചെയ്താലും വേണ്ടില്ല, അവന്തികയെ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല. അന്ന് ഞാൻ സ്വീകരിക്കാൻ പോയ ആ ഒരു മാർഗം ഉണ്ടല്ലോ, അത് ഞാൻ സ്വീകരിക്കുമെന്ന് പറയാണ് കേട്ടോ. അപ്പോഴാണ് അതുവഴി നമ്മുടെ നവ്യ വരുന്നത്. നവ്യ വന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ട്, ഇവർ രണ്ടും കൂടെ നിൽക്കുമ്പം അങ്ങോട്ട് വരിക. എന്നിട്ട് നവ്യ ചോദിക്കുക, അല്ല എന്താ രണ്ടുപേരും കൂടെ ഒരു സംസാരം എന്ന് ചോദിക്കുക. നിങ്ങളോട് പരസ്പരം കാണരുതെന്നും സംസാരിക്കരുതെന്നും പറഞ്ഞിട്ടുള്ളതല്ലേ വീട്ടുകാർ? മാത്രമല്ല അനി, നിന്റെ വിവാഹം അവന്തികയുമായിട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതും അല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ അനി പറയുക, അതിനെന്താ, ഞങ്ങൾക്ക് കാണാനും സംസാരിക്കാനും പോരെ, എല്ലാവരും ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഇനിയിപ്പം നവ്യേച്ചിയുടെ കുറ്റപ്പെടുത്തേണ്ട കാര്യം കൂടി ഉള്ളായിരുന്നെന്ന് പറയുക. അപ്പോൾ ഉടനെ നവ്യ പറയുക, ഞാൻ കുറ്റപ്പെടുത്താൻ വന്നതൊന്നുമല്ല, നിങ്ങൾക്ക് രണ്ടിനും പരസ്പരം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ രണ്ടും ഒന്നാവണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയും ഉൾപ്പെടെ ആർക്കും ഇതിനൊന്നും താല്പര്യം ഇല്ലാത്തടത്ത് ഞാനെന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ പിന്നെ അനി, നീ മുൻകൈ എടുത്ത് നന്ദുവിനെ വിവാഹം കഴിക്കണമെന്ന് പറയുക. അപ്പോൾ അനി ചോദിക്കുക, അല്ല നവ്യടുത്ത് തന്നെയാണോ ഈ പറയുന്നത്? എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ട് കുടുംബത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും നവ്യടുത്ത് ഇപ്പം ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നതെന്ന് പറയാം. അപ്പം നവ്യ പറയാം, ഞാൻ പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനൊക്കെ തന്നെ പറയുള്ളൂ. ഞാൻ ആ വീട്ടിലും എന്ത് പറഞ്ഞാലും ആരും അംഗീകരിക്കാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം. ഇനിയിപ്പം
ആ അവന്തികയെ നീ വിവാഹം കഴിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ശരിക്കും നീ വിചാരിക്കുന്നത് പോലെ തന്നെയാണ്. അവൾക്ക് നിന്നോട് ആത്മാർത്ഥ സ്നേഹമുള്ളത് കൊണ്ടൊന്നുമല്ല. നീ കമ്പനികളുടെയൊക്കെ MD ആയതുകൊണ്ടും നവീനേക്കാളും നല്ലൊരു ബന്ധം അവൾക്ക് കിട്ടണം എന്നുള്ള അവളുടെ വാശിയും കാരണം അനി നിന്നെ വിവാഹം കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ അനി പറയാണ്, എനിക്കതറിയാം, പക്ഷേ അത് നിർത്തിലാക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പം നവ്യ പറയാം, നിനക്ക് താല്പര്യമുണ്ട് അനി നന്ദു, നിങ്ങൾ പ്രായപൂർത്തിയായ രണ്ടുപേരല്ലേ, നിങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യണം, ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു തരാം. നന്ദു, നിനക്കും അനിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്കറിയാം. ഇനിയും എല്ലാവരുടെയും താല്പര്യങ്ങളൊക്കെ നോക്കി നിന്നാൽ നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. പല അവസരങ്ങളിലും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളതാ. ഇനിയും അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ റിസ്ക് എടുക്കുക തന്നെ ചെയ്യണമെന്ന് പറയാം. പനി പറയുന്നുണ്ട്, ഞാൻ തയ്യാറാണ് റിസ്ക് എടുക്കാൻ, ഞാൻ ഇവളോട് പറയുകയും ചെയ്തതാ, പക്ഷേ ഇവളെല്ലാവരെയും പേടിച്ചിങ്ങനെ നിൽക്കുകയെന്ന് പറയാം. അപ്പം നവ്യ പറയുന്നുണ്ട്, ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോയി രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി വിവാഹമൊക്കെ നടത്തി കൊടുക്കുകയാണ് നമ്മുടെ നവ്യ കൂടി എന്നിട്ട് പറയുന്നുണ്ട് അനിയോട്, നീ അനന്തപുരിയിലേക്ക് തന്നെ വരണം, നന്ദുവിനെയും കൂട്ടി. അവിടെ വന്നു കഴിയുമ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലല്ലേ അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറയാം. അപ്പോൾ അനി പറയുന്നുണ്ട്, അവിടെ വന്നാൽ പ്രശ്നം ഉണ്ടാവും, അമ്മ സമ്മതിക്കില്ല, പിന്നെ മുത്തശ്ശനെ എതിർത്ത് ഇങ്ങനൊരു കാര്യം ചെയ്തത് അത് മുത്തശ്ശനും ഇഷ്ടപ്പെടില്ല, എന്തായാലും പ്രശ്നം ഉണ്ടാവും എന്ന് പറയാം. അപ്പം നവ്യ പറയുന്നുണ്ട്, നീ വാ, നിങ്ങൾ രണ്ടുപേരും ഏതായാലും അനന്തപുരിയിലേക്ക് വരാൻ പറയാണ്. അങ്ങനെ ആരും അറിയാതെ ആരോടും ചോദിക്കാതെ നന്ദുവും അനിയും തമ്മിൽ രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്ത ശേഷം നവ്യ അവരെ കൂട്ടിക്കൊണ്ട് അനന്തപുരിയിലേക്ക് വരികയാണ് കേട്ടോ. എല്ലാവരും ഞെട്ടിപ്പോവാണ് കേട്ടോ. അവന്തിക്ക് കണ്ണു തള്ളി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ജാനകിയാണെങ്കിൽ നന്ദുവിനെ കാണരുത് കേട്ടോ. ഇനിയിപ്പം ജാനകി അവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. നന്ദുവിനെ അനി അവിടെ നിന്ന് ഇറക്കി വിടാനൊക്കെ ഇറക്കി വിടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവർ വിവാഹം കഴിച്ചത് ആ വീട്ടിൽ ആർക്കും തന്നെ ആദർശന് നയനയ്ക്ക് പോലും വലിയ താല്പര്യമില്ല. പക്ഷേ അവരൊന്നാവുന്നൊക്കെയുണ്ട്. പിന്നെ അനി അവിടെ നിന്ന് ഇറക്കി വിടുകയോ അവർ രണ്ടും മാറിപ്പോവുകയോ ഒക്കെ ചെയ്യുന്ന സീനുകളൊക്കെ ഇനി വരാനായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്